നമസ്കാരം. ഇന്ന് ബുധനാഴ്ചയും മകരവാവും ചേർന്ന് വന്നിരിക്കുന്ന അപൂർവമായ ഒരു ദിവസമാണ്. ബുധനാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന്റെ അംശ അവതാരമായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഭജിക്കുവാൻ പറ്റിയ ദിവസം. അതിനോടൊപ്പം തന്നെ മാഘ അമാവാസി, മൗനി അമാവാസി എന്നീ പേരുകളിലെല്ലാം പറയപ്പെടുന്ന പിതൃപ്രീതികരമായ കർമ്മങ്ങൾക്കും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ പിതൃദോഷങ്ങൾ അകറ്റി പാപശമനം നേടുന്നതിനും ഉത്തമമായ ദിവസമാണ്. മൗനി അമാവാസിയിൽ ഗംഗാജലം പോലും അമൃതായി മാറും എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. ആത്മീയമായ ശുദ്ധീകരണത്തിന് ഏറ്റവും അനുഗ്രഹീതമായ 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനമായ ദിവസവും കൂടിയാണ് ഇന്ന്. ഇന്നീ ദിവസം നാം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും പരിഹാരങ്ങൾക്കും അതിന്റെ ഫലം എന്ന് പറയുന്നത് 10 മടങ്ങായി ലഭിക്കുന്ന ദിവസമാണ്. ഇന്നേ ദിവസം മഹാവിഷ്ണുവിന്റെ നാമങ്ങളും ശിവനാമങ്ങളും ഭജിക്കാവുന്നതാണ്. ആത്മീയ ആചാരങ്ങൾക്കും നിശബ്ദതയ്ക്കും വേണ്ടിയുള്ള ദിവസമാണിന്ന്. അമാവാസി ദിവസങ്ങളിൽ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് സ്വാധീനങ്ങൾ നീക്കം ചെയ്ത് ശക്തമായ ഊർജം പ്രദാനം ചെയ്യുന്നതാണ്. പാപമോചനം നേടാനും മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും മോശം ശീലങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഉപേക്ഷിക്കാനും ഇത് നല്ലൊരു ദിവസമാണ്. മൗനി അമാവാസി അല്ലെങ്കിൽ മാഘ അമാവാസിയിൽ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. എല്ലാ അമാവാസികളിലും നാം പല പരിഹാരങ്ങളും നമ്മുടെ ജീവിത നന്മയ്ക്കായി ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയധികം പുണ്യ ദിവസമായ ഇന്നേ ദിവസം രാത്രി നാം കിടക്കുന്നതിന് മുമ്പായി ചില താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുക. അതിന് ആദ്യമായിട്ട് കല്ലുപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ്. മുൻപ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്ലുപ്പ് കൊണ്ട് അമാവാസിയിൽ ചെയ്യേണ്ട പല പരിഹാര കർമ്മങ്ങളും. ഇന്നത്തെ ഈ പ്രത്യേക ദിവസത്തെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതാണ്. 5 മൺചിരാതെടുത്ത് അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ എത്ര മുറിയാണോ ഉള്ളത്, അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബെഡ്റൂമിലും ഹോളിലും അടുക്കളയിലും ഒക്കെ ഒരു 5 പ്രധാനപ്പെട്ട മുറികളിൽ ഈ കല്ലുപ്പിന്റെ മൺചിരാത് വെക്കാവുന്നതാണ്. എന്നിട്ട് അടുത്ത ദിവസം കാലത്ത് അത് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ആ കല്ലുപ്പ് വെള്ളത്തിൽ അലിയിച്ച് കളയേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പണവരവ് വർദ്ധിക്കുകയും വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി വരുവാനും വളരെ നല്ലതാണ്. ഇനി അടുത്തതും അമാവാസികളിൽ ചെയ്യാവുന്ന ഒരു പരിഹാരം, കല്ലുപ്പ് കൊണ്ട് ചെയ്യാവുന്ന ഒരു പരിഹാരം തന്നെയാണ്. ഒരു ഗ്ലാസ് നല്ല കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അതിന്റെ കൂട്ടത്തിൽ തന്നെ 3 ഗ്രാമ്പു കൂടി ഇട്ടതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൽ കുറച്ച് നാരങ്ങാ നീര് കൂടി ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. എല്ലാവരുടെ വീട്ടിലും നാരങ്ങ ഉണ്ടാവുന്നതാണല്ലോ. നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി വരികയും അതിനോടൊപ്പം തന്നെ രോഗദുരിതങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. ഈ ഗ്ലാസ് വെള്ളവും കൂടി വെക്കേണ്ടത് നമ്മൾ കിടക്കുന്നതിന് കട്ടിലിന്റെ അടിയിലായിട്ട് വേണം ഈ വെള്ളം ഇന്ന് രാത്രി മൊത്തം വെക്കുവാനായിട്ട്. അതിനുശേഷം ഇത് നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ദിവസം രാവിലെ വെള്ളത്തിൽ അലിയിച്ച് കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ അമാവാസി ദിവസം കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പവർഫുള്ളായ ഈ ഒരു സ്വിച്ച് വേർഡ് കൂടി പറഞ്ഞിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുതരം പ്രശ്നങ്ങളാണെങ്കിലും ശരി, പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ഒരു മുന്നേറ്റം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കാരണം അത്ര പവർഫുള്ളായ ഒരു സ്വിച്ച് വേർഡുമാണ്. അതുപോലെ തന്നെ വളരെ അപൂർവതയുള്ള അമാവാസി രാവും കൂടിയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഒരു 5 വട്ടം നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് പറയേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് ജോലിയാണോ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറുവാനാണോ, അങ്ങനെ എന്തുതരം പ്രശ്നമായാലും അത് ലഭിച്ചു കഴിഞ്ഞതായിട്ട് പോസിറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ട് സ്വിച്ച് വേർഡ് പറയാവുന്നതാണ്. ഇനി ആ സ്വിച്ച് വേർഡ് ഏതാണെന്ന് വെച്ചാൽ സഡൻലി 741 സ്പീഡ് 897 നൗ എന്നാണ്. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കൂ. 100% അതിന് ഫലം ലഭിക്കുന്നതാണ്. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്